ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തീക്കനൽ എന്ന ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദൈവികമായിട്ടുള്ള അനുഗ്രഹത്താൽ നിങ്ങളുടെ ഭവനങ്ങളുടെ സമസ്ത വിഷയങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് പ്രസ്തുത വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ വിഷയങ്ങളെ ലഘൂകരിച്ച് അനുഗ്രഹത്തോടെ നിങ്ങളെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഈ തീക്കനൽ എന്ന ഈ പ്രോഗ്രാം തീരാത്ത കനിവിൻ്റെ കനൽ എന്ന ചിന്തയിൽ ഇത് പ്രക്ഷേപണം ചെയ്യപ്പെടുമ്പോൾ ജീവിതത്തിൻ്റെ മാറ്റങ്ങളും മറിച്ചിലുകളുള്ള ലോകത്തിൽ തളരാതെ പതറാതെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏവരെയും സഹായിക്കട്ടെ. ഇതിനോട് ബന്ധപ്പെട്ട് വേർഡ് ടു വേർഡ് ചെയർമാൻ ബഹുമാനമുള്ള ബ്രദർ ഡോക്ടർ മാത്യു ഫറീസ് അവരോടും കുടുംബത്തോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏവരോടുമുള്ള നന്ദി നിസ്സീമമാണ്. ദൈവരെയും അവരുടെ പ്രസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ സഭാപ്രസംഗയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി, വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു, യെരൂശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന ഏവരിലും അധികം ആളുപാടുകളായും ബഹുസമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു. സംഗീതക്കാരെയും സംഗീതക്കാരത്തികളെയും മനുഷ്യരുടെ പ്രമോദങ്ങളായ അനവധി സ്ത്രീജനത്തെയും സമ്പാദിച്ചു. പൊസഷൻസ് ആൻഡ് വെൽത്ത്. ധാരാളം സമ്പാദ്യം സമ്പാദിച്ച ശലോമോൻ രാജാവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ തന്നെ ഓർപ്പിച്ചു, ഈ പുസ്തകത്തിൻ്റെ 3 ലക്ഷ്യങ്ങളാണ്. ഈ ലോകത്തിൻ്റെ ശൂന്യത, ഈ ലോകത്തിൻ്റെ സന്തോഷത്തിൻ്റെ അർത്ഥമില്ലായ്മ, എന്നാൽ അർത്ഥമുള്ളത് ദൈവീയം മാത്രമാണ്. ഈ ആധുനിക ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ കോവിഡാനന്തര ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും ഇതെല്ലാം നമ്മൾ മറന്നു പോവുകയാണ്. എന്തെന്തെയോ സന്തോഷങ്ങളെ വെട്ടിപ്പിടിക്കുവാൻ ശ്രമിക്കുകയാണ്. ആധുനികമായ കാര്യങ്ങൾ ഇന്ന് പലപ്പോഴും നമ്മൾക്ക് ഒരു കാലത്ത് ഇത് ആർഭാടമായിരുന്നത് ഇന്ന് അത്യാവശ്യമായി വന്നിരിക്കുന്നു. ഒരു കാലത്തതിനെ ആർഭാടമായി മനുഷ്യൻ വിളിച്ചിരുന്നെങ്കിൽ ഇന്നൊരു അവശ്യ സാധനമായി, അത്യാവശ്യ സാധനമായി വന്നിരിക്കുന്നു. അങ്ങനെ ഒരു കാലത്തിലാണ്, യുഗത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ശലോമോൻ രാജാവിൻ്റെ അച്ചീവ്മെൻറ്റ്സും ഈ പൊസഷൻസ് ആൻഡ് വെൽത്ത്, ധാരാളം എന്തെല്ലാം ഏറ്റവും ടോപ്പ് എത്തുക, നമ്മളെക്കാൾ വേറൊരുത്തൻ മുകളിൽ കയറരുത്. അതാണ് ശലോമോൻ പറയുന്നത്. ശലോമോൻ്റെ പുസ്തകം മറ്റൊരു അഭിപ്രായത്തിൽ പറയുന്നത് ശലോമോനെ കോട്ട് ചെയ്തുകൊണ്ട് വേറെ ആരോ എഴുതിയാണ്, ശലോമോൻ തന്നെ എഴുതിയെന്നാണ് വേദപുസ്തകം പറയുന്നത്. വേദപുസ്തകത്തിലാണല്ലോ നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് ഒരു അനുഭവസ്ഥൻ തന്നെ ഇത് എഴുതുന്ന പുസ്തകമാണ്. ഒരനുഭവസ്ഥൻ തന്നെ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം വിവരിക്കുമ്പോൾ, അന്നത്തേതാണ് കൃഷി, മുന്തിരിത്തോപ്പുകൾ, ആട് മാട്, ലോകമെമ്പാടും പോകേണ്ടതായ വെൽത്ത് മുഴുവൻ വെട്ടിപ്പിടിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത ഒരു ജാതിയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജാതി, ദൈവത്തിൻ്റെ വംശം, ദൈവത്തിൻ്റെ ജനം, ഇതേ അവസ്ഥയിലേക്ക് വളർത്തിയെടുത്തിരിക്കുകയാണ് ദൈവം. അന്ന് ഇസ്രായേലിന് കൊടുത്ത അതേ അനുഗ്രഹം ഇന്നെനിക്ക് നിങ്ങൾക്കും തരികയാണ്. ഇതേ അനുഗ്രഹത്തിൻ്റെ പിന്നിലാണ് ഞാനും നിങ്ങളും. ഇതേ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായിരിക്കണം. ദൈവം ഇത് അവൈലബിളാക്കി തന്നിരിക്കുകയാണ്. എന്നാൽ ഇത് ദൈവത്തെ കൂടാതെ അല്ല, ദൈവികമല്ലാത്ത പൊസഷൻസിലൊന്നും നിലനിൽപ്പില്ല.
നിൻ്റെ ബുദ്ധി കൊണ്ട് നീ എന്തെങ്കിലും മനക്കോട്ടകൾ കെട്ടി അത് ചെയ്തെടുത്താൽ അത് സാധ്യമല്ല. നമ്മൾ ചെയ്യുമ്പോൾ അതിന് മറ്റുദ്ദേശങ്ങളൊന്നും കാണരുത്. നമ്മുടെ ലക്ഷ്യം, നമ്മൾ ഏത് സ്ഥാനത്ത് നമ്മളെ ദൈവമാക്കി വയ്ക്കുന്നുവോ അതിൻ്റേതായ ഒരു മഹത്വം നമ്മുടെ ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കണം. 50-ലേറെ വർഷം പഴക്കമുള്ള കോട്ടയം ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറിയുടെ കെട്ടിടം ഒന്ന് നവീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ധാരാളം പ്രാവശ്യം കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ വളരെ അനുഗ്രഹീതമായി ഈ കാലഘട്ടത്തിൽ അതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചപ്പോൾ, അത് നവീകരിച്ചപ്പോൾ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാനെന്നും അതിൻ്റെ ഒരു ചുമതലയിരിക്കുമെന്ന് കണ്ടിട്ടൊന്നുമല്ല. ദക്ഷിണേന്ത്യാ സഭയുടെ ഒരു ബിഷപ്പ് എന്ന നിലയിൽ ഇതര സഭകളുമായി യോജിച്ച്, ഇതര മതസ്ഥരുമായി യോജിച്ച് കണ്ണമൂല വൈദിക സെമിനാരിയുടെ ചുമതലയിലും പ്രസ്തുത സെമിനാരിയിലും ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കാൻ ചെയ്യുന്ന ഒരു സാക്ഷ്യമായിട്ട് ഞാൻ പറയുന്നുള്ളേ ഉള്ളൂ. ഇത് നമ്മൾക്ക് വേണ്ടിയുള്ളതല്ല, മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ഒരു സമൂഹത്തിന് വേണ്ടിയാണ്. ഇന്ന് ഞാൻ ഈ ദൈവവചനം നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ സ്റ്റുഡിയോ ഇത് ഞാനുണ്ടാക്കിയതല്ല. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് ഇന്ത്യയും കുടുംബത്തിൻ്റെയും ദർശനവും കാഴ്ചപ്പാടുമാണ്. ഇതൊരു ബൈബിൾ മ്യൂസിയമാണ്. ഇത് ലോകത്തിൽ ഇതുപോലെ ഒരു ബൈബിൾ മ്യൂസിയമില്ല. ഇപ്രകാരമുള്ള ഒരു സ്ഥാപനമായി ഇത് വളർന്നു വരുവാൻ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കഠിനമായ ത്യാഗം, അനേകരതിന് പിന്നിൽ പ്രവർത്തിക്കുമ്പോഴാണ്. നമ്മുടെ പൊസഷൻസ്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഇതൊക്കെ ആയിരിക്കണം. ഞാൻ നിങ്ങളുമായിരിക്കുന്ന മേഖലകളിൽ നമ്മൾ ഏത് കാര്യങ്ങൾക്ക് ദൈവം നമ്മളെ വിളിക്കുന്നുവോ, ഏൽപ്പിക്കുന്നുവോ അവിടെ കണ്ട് ഒതുങ്ങാനുള്ളവരല്ല, അതിനെ നവീകരിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നവരായിരിക്കണം. ഞാൻ ഈ പറഞ്ഞത് ഓരോരോ കാര്യങ്ങൾ നോക്കുമ്പോൾ കുറവുകളും കുറ്റങ്ങളും പറഞ്ഞ് മാറ്റി നിർത്താൻ സാധിക്കും. എന്നാൽ ഏതെല്ലാം കാര്യങ്ങൾ വളർന്നു വരുവാനായിട്ട് സാധിക്കും, വളർത്തിയെടുക്കുവാനുള്ള നമ്മളുടെ സ്വയത്തിന് വേണ്ടി ഒന്നും ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മുമ്പേ യെരൂശലേമിലുണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്നു, അഭിവൃദ്ധി പ്രാപിച്ചു, ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു. ഗ്രേറ്റ് ഫെയിം ഓൾ ഫെയിൽ ടു ബ്രിങ് എൻഡ്വറിങ് സാറ്റിസ്ഫാക്ഷൻ. ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാവരെക്കാളും ഫേമസ് ആയിരുന്നു. എന്നാൽ അതൊരു തൃപ്തി വന്നില്ല. നീ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തെങ്കിൽ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചോണം, അതിന് പുറകെ പിന്നെ പോകരുത്. അതുകൊണ്ട് എന്തെങ്കിലും ലാഭം പിന്നീടുണ്ടാകുമെന്ന് വിചാരിക്കരുത്. നീ ചെയ്ത കാര്യങ്ങളിലൊക്കെ നീ കഠിനാധ്വാനം ചെയ്തെടുത്ത് നിനക്ക് കയറാൻ പോലും ഒക്കുകയില്ല. ചിലപ്പോൾ അത് സംഭവിച്ചെന്നിരിക്കാം. നിന്നെ ആ ഭാഗത്ത് പോലും കയറ്റുകയില്ല. നീ ജീവൻ കൊടുത്ത് വാങ്ങിച്ചതായിരിക്കാം. ഇതൊന്നും നീ ചിന്തിക്കരുത്. നീ ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത് ലോകത്തിന് വേണ്ടിയാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയാണ്, ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മക്കൾക്ക് മാതാപിതാക്കളോട് ബഹുമാനം കുറയുന്ന ഒരു കാലഘട്ടം. കാരണം മക്കളെ ദൈവികമായ കൽപ്പനകൾ പഠിപ്പിക്കുന്ന ഒരു മക്കളും മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുകയില്ല. വേദപുസ്തകം പഠിക്കുന്ന ഒരു മക്കളും വേദപുസ്തകം പഠിപ്പിക്കാതെ മറ്റു പല കാര്യങ്ങൾ പഠിപ്പിച്ച് അവരെ വലുതാക്കാൻ ശ്രമിച്ചാൽ, വീട്ടിലെ കുടുംബ പ്രാർത്ഥനയും നമ്മളുടെ വീട്ടിലെ ദിനചര്യകളും നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്താൽ
ഒരു ദോഷവും അതിൽ സംഭവിക്കുകയില്ല. ഒരു ശുശ്രൂഷകൾ അപ്രകാരമാണ് ശുശ്രൂഷകരാകുന്നത്. ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ പ്രസിദ്ധി എന്ന് പറയുന്നത് ദൈവത്തിലുള്ള പ്രസിദ്ധിയായിരിക്കണം. ദൈവത്തിലുള്ള പ്രസിദ്ധിയാണ് നമ്മൾ ചെയ്യേണ്ടത്. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ, ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു. ഹാഡ്സ് ആൻഡ് ഫ്ലോക്സ്, ഓക്സൻ, ഷീപ്പ് ആൻഡ് ഗോഡ്സ്. ഇതെല്ലാം ഉണ്ടായിരുന്നു. വെള്ളി, പൊന്ന്. എ ഹാരം ഓഫ് 3,000 concubines in addition to his 700 wives. 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ, ജീവിതത്തിൻ്റെ പ്ലഷർ വർദ്ധിപ്പിക്കുവാൻ, ഒരു ജീവിതത്തിൻ്റെ പ്ലഷർ വർദ്ധിപ്പിക്കുവാൻ സമ്പാദ്യങ്ങളെ കൊണ്ട് ഒരു മനുഷ്യന് സാധ്യമല്ല. ജീവിതത്തിൻ്റേതായിട്ടുള്ള ഒരു കാര്യത്തിലും ജീവിതത്തിൽ ദൈവികമായ വിശുദ്ധിയിലാണ് ഒരാളിൻ്റെ ആത്മീയമായ ആരോഗ്യവും ദൈവകൃപയും നിലനിൽക്കുന്നത്. അത് നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം നഷ്ടപ്പെടും. പലപ്പോഴും ഇതതിൻ്റെ മധ്യത്തിലായിത്തീരുമ്പോൾ നമ്മൾക്കൊരു നന്മയും ചെയ്യാൻ വയ്യാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പൊതുവായ പല കാര്യങ്ങൾക്ക് നന്മ പ്രതീക്ഷിച്ച് പല നന്മകൾ ചെയ്യുമ്പോൾ അത് തിന്മയിൽ ചെന്ന് കലാശിക്കുന്നു. ആ നന്മ പ്രതീക്ഷിച്ച് ചെയ്യുമ്പോൾ, പല കാര്യങ്ങൾ നന്മ പ്രതീക്ഷിച്ച് ചെയ്യുമ്പോൾ, ആ നന്മ വേറൊരാൾക്ക് തിന്മയായിട്ട് തോന്നുകയാണ്. ആ നന്മയെ നശിപ്പിക്കുവാൻ ശത്രു നിന്നെ തകർക്കാൻ ശ്രമിക്കും. തകരരുത്. നീ പതറിപ്പോകരുത്, പാളിപ്പോകരുത്. നിനക്ക് ബലം നൽകുന്നത്, നിനക്ക് ശക്തി നൽകുന്നത് ദൈവമാണ്. ആ ദൈവീയ ശക്തിയിൽ നിലനിൽക്കുമ്പോൾ ഒരു തോൽവിയും ഉണ്ടാകുകയില്ല. ഈ ലോകം നിനക്ക് സമാധാനം തരികയില്ല എന്ന് ഓർത്തോണം. ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ ഇതുകൊണ്ടെന്തോ നേടാമെന്നുള്ള ചിന്തയിൽ പോകരുത്. അത്ര മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടെന്തോ നേടിക്കളയാമെന്നുള്ള ചിന്തയിൽ നീ പോയാൽ നിനക്കൊന്നും നേടിയെടുക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വചനത്താൽ നിങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ ജീവിതത്തിൽ പല കാര്യത്തിൽ പരാജയപ്പെട്ടുവെന്ന് തോന്നുന്നവർ, ഇല്ല, നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. നിങ്ങൾ ചെയ്ത കാര്യം വിജയിച്ചിരിക്കുന്നു. പരാജയപ്പെട്ടത് ശത്രു സാത്താനാണ് പരാജയപ്പെട്ടത്. സാത്താൻ നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടായിരിക്കും. എത്രയെത്ര നല്ല കാര്യങ്ങൾക്ക് വിഘാതം വിടുന്നവരുണ്ട്. എത്രയെത്ര ഉന്നതമായ കാര്യങ്ങൾ ചിന്തിച്ച് ഭാവിക്ക് വേണ്ടി ഒരു 100 വർഷം മുൻപിൽ കാണുന്നത് പ്ലാൻ ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നശിപ്പിക്കുവാൻ, അതിന് പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അത് ചെയ്യരുത്, പാപമാണ്. എന്നാൽ അത് ചെയ്യുവാൻ മുൻകൈ എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അത് ദൈവികമാണെങ്കിൽ അത് സാധ്യമായിരിക്കും. പ്രാർത്ഥനയോടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കണം. ദൈവസന്നിധിയിലും പ്രാർത്ഥനയിലും ദൈവിക ചിന്തയിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം അതിന്മേൽ അത്ഭുതം പ്രവർത്തിക്കും. ദൈവം അതിന്മേൽ അതിശയം പ്രവർത്തിക്കുക തന്നെ ചെയ്തുകൊള്ളും. അതിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയത്തിൻ്റെ ആവശ്യമില്ല. അവിടെ ദൈവമാണതിന് പൂർണ്ണമായി ബലവും ശക്തിയും നൽകുന്നത്. അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന നിങ്ങളെല്ലാവർക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുന്നതോടൊപ്പം ജീവിതത്തിൽ
നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പ്രയോജനം വരണമെന്നുള്ള ചിന്തയിൽ പൊതുജന നന്മയ്ക്കായിട്ട് ചെയ്യുവാൻ സാധിക്കണം. നമ്മളുടെ കീർത്തിക്കോ നമ്മളുടെ വരുമാനത്തിനോ നമ്മളുടേതായിട്ടുള്ള ചിന്തകൾക്കോ ആയി നമ്മൾ മുൻപോട്ട് പോയാൽ നമുക്കൊന്നും നേടുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ വചനം നിങ്ങൾക്ക് ഒരു പുതിയ ശക്തിയും ഒരു പുതിയ ബലവും നൽകും. ഒരു പുതിയ ശക്തിയും ഒരു പുതിയ ബലവും നൽകി ഒരു പുതുക്കം പ്രാപിക്കാൻ സാധിക്കും. മാനസിക സംഘർഷത്തിലും മാനസിക പ്രയാസത്തിലുമായിരിക്കാം നിങ്ങൾ. ഭാരപ്പെടരുത്, വിഷമിക്കരുത്. നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല, നിങ്ങൾക്കൊരു വിജയമുണ്ട് പറയിൽ. ഒരു വർഷത്തിൻ്റെ അവസാനിച്ചേക്കാം, പുതിയ വർഷം വരും. നമ്മളുടെ സമ്പാദ്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സന്തോഷവും നമ്മുടെ വെൽത്തുമല്ല, മറ്റുള്ളവർക്ക് ലഭിക്കുന്നതാണ് നമ്മളുടെ സമ്പാദ്യം. സ്നേഹത്തിലൂടെ നമ്മൾ നേടുന്നത്. ആദരണീയനായ കേരള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹം ആയിരിക്കുന്ന മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ മകൻ പോലും ഇന്ന് അങ്ങ് ലോകപ്രശസ്തനായി. ആളുകൾ ഒരുമിച്ച് തടിച്ചു കൂടുന്നിടത്ത് അത് ആ പ്രിയ പിതാവിലുള്ള ആ നന്മ മനുഷ്യൻ തിരിച്ചറിഞ്ഞത് മരണപ്പെട്ടപ്പോഴാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടില്ലെന്നുള്ളതോ സ്വന്തം മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളതല്ല. ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സമ്പാദ്യവും നമ്മുടെ സ്നേഹവും നമ്മുടെ ദൈവസാന്നിധ്യവും കർത്താവ് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ വകയാണ്, യേശുക്രിസ്തുവിൻ്റെ വകയാണ്. അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വളരെ വിലയേറിയതാണ്, വിലപ്പെട്ടവരാണ്. നിങ്ങളുടെ ജീവിതം, നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങളതിൽ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് വന്നേക്കാം, മാനസികമായ സംഘർഷങ്ങൾ നിങ്ങൾക്ക് വന്നേക്കാം. ലോകപ്രകാരമുള്ള ഒരു സന്തോഷവും നിങ്ങൾക്ക് സന്തോഷം തരുന്നതല്ല. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവ്, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ വചനം നിൻ്റെ മക്കൾ ക്രിയ ചെയ്ത് നിൻ്റെ മക്കളുടെ ഭൗതിക സന്തോഷത്തേക്കാൾ ആത്മീയ സന്തോഷത്തിന് ബലം കൊടുത്ത് മുൻപോട്ട് നീങ്ങുവാൻ നിൻ്റെ മക്കൾ ഓരോരുത്തരെയും ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനത്താൽ ഓരോരുത്തരും ശക്തി പ്രാപിക്കട്ടെ. വേർഡ് ടു വേർഡ് ചാനലിനായി അതിന് നേതൃത്വം കൊടുക്കുന്ന ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് അവറുകൾക്കായും കുടുംബത്തിനായും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച് അനുഗ്രഹത്തോടെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതത്തോടെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ വചനത്താൽ ഇതിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ. മാനസിക സംഘർഷത്തിലും പ്രയാസത്തിലും സങ്കടത്തിലും ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുത വിടുതലും അത്ഭുത ശക്തിയും നിൻ്റെ മക്കൾ വ്യാപരിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു.